ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയ പിക്കിൾ മസാല ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു കടായിലേക്ക് ഞാൻ ഇവിടെ 1.5 ടീസ്പൂൺ അളവിൽ കടുക് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ കടുക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പിക്കിൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് കടുമാങ്ങ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പിക്കിൾ മസാലയാണ്. അത് 2 ടീസ്പൂണാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു കടായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 8 വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ പിക്കിൾ മസാലയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മസാലക്കൂട്ട് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് നാളുകൾ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ വിനീഗർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ കൂട്ട് ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളമൊന്നും തന്നെ ഇല്ലാത്ത നന്നായി ഉണങ്ങിയ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.